നമസ്കാരം. ആഗോള സ്വർണ്ണ വിപണിയിൽ അടുത്ത കാലത്തുണ്ടായ നേരിയ വിലക്കുറവ് നിക്ഷേപകർക്കും അതോടൊപ്പം തന്നെ സാധാരണ ഉപഭോക്താക്കൾക്കും താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. എന്നാൽ സാമ്പത്തിക വിപണിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഇതിന് പിന്നിൽ വലിയൊരു വിലക്കയറ്റത്തിൻ്റെ സൂചനകളുണ്ട് എന്നാണ് അന്താരാഷ്ട്ര ധനകാര്യ വിദഗ്ധരെല്ലാം തന്നെ ഒരുപോലെ വിലയിരുത്തുന്നത്. പ്രമുഖ ധനകാര്യ ഗവേഷണ റിപ്പോർട്ടുകൾ പ്രകാരം നിലവിലെ വിലയിടിവ് വിപണി തകരുന്നതിൻ്റെ ലക്ഷണമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ കുതിച്ചുചാട്ടത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള താൽക്കാലിക പ്രതിഭാസം മാത്രമാണ്. മുൻകാലങ്ങളിൽ വ്യക്തിഗത ആവശ്യങ്ങൾക്കായിട്ട് സാധാരണ ജനങ്ങൾ വാങ്ങുന്ന സ്വർണത്തിൻ്റെ അളവായിരുന്നു വിപണി വിലയൊക്കെ തന്നെ പ്രധാനമായിട്ടും സ്വാധീനിച്ചിരുന്നതെങ്കിൽ ഇന്നത്തെ ആഗോള സാഹചര്യം പൂർണ്ണമായും മാറിമറിഞ്ഞിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിലെ വൻകിട സെൻട്രൽ ബാങ്കുകളും വിവിധ രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകളുമാണ് ഇപ്പോൾ വിപണിയിൽ നിന്ന് മുമ്പെങ്ങുമില്ലാത്ത വിധം വലിയ തോതിൽ സ്വർണം സംഭരിച്ചുകൊണ്ടിരിക്കുന്നത്. തന്മൂലം സ്വർണത്തിനായിട്ടുള്ള മത്സരം ഇപ്പോൾ സാധാരണക്കാർ തമ്മിലല്ല, മറിച്ച് റീറ്റെയിൽ ഉപഭോക്താക്കളും ലോകത്തെ വൻ ശക്തികളായിട്ടുള്ള ഗവൺമെൻറ്റുകളും തമ്മിലാണ് എന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. സ്വർണ്ണ വിപണിയുടെ ഭാവിയെയും വിപണിയെ വരും നാളുകളിൽ സ്വാധീനിക്കാനായിട്ട് പോകുന്ന അന്താരാഷ്ട്ര ഘടകങ്ങളെയും ഒക്കെ തന്നെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായിട്ട് പരിശോധിക്കുന്നത്. ആഗോള സമ്പദ് വ്യവസ്ഥയെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ദീർഘകാലമായിട്ട് ഏകപക്ഷീയമായി നിയന്ത്രിക്കുന്നത് ഡോളറാണ് എന്നതിൽ ആർക്കും തർക്കമില്ല. അന്താരാഷ്ട്ര വ്യാപാര ഇടപാടുകൾക്കും എണ്ണ വ്യാപാരത്തിനും ഭൂരിഭാഗം രാജ്യങ്ങളും പരമ്പരാഗതമായിട്ട് ആശ്രയിക്കുന്നതും ഈ അമേരിക്കൻ കറൻസിയെ തന്നെയാണ്. എന്നാൽ അടുത്തുണ്ടായ കടുത്ത ഭൗമരാഷ്ട്രീയ മാറ്റങ്ങളും ഉപരോധങ്ങളും ഡോളറിൻ്റെ ഈ ആധിപത്യത്തിന് ചരിത്രപരമായിട്ടുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നു. ഡോളറിന്മേലുള്ള അമിത ആശ്രയം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അഥവാ ഡി ഡോളറൈസേഷൻ പ്രക്രിയയുടെ ഭാഗമായി പല രാജ്യങ്ങളും തങ്ങളുടെ കേന്ദ്ര കരുതൽ ശേഖരം വിദേശ കറൻസികളിൽ നിന്നും മാറ്റി സ്വർണത്തിലേക്ക് കേന്ദ്രീകരിക്കാനായിട്ട് കടുത്ത താല്പര്യം കാണിക്കുന്നു. ആഗോള സാമ്പത്തിക അസ്ഥിരതകളിൽ ഫിയറ്റ് കറൻസികളേക്കാൾ കൂടുതൽ സുരക്ഷിതത്വവും മൂല്യസ്ഥിരതയും സ്വർണത്തിനുണ്ട് എന്ന സാമ്പത്തിക യാഥാർത്ഥ്യമാണ് ഈ വലിയ മാറ്റത്തിലേക്ക് ഗവൺമെൻറ്റുകളെ നയിക്കുന്നത്. ഈ മാറ്റം വിപണിയിലെ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ മധ്യവർഗ നിക്ഷേപകരുടെ ചിന്താഗതിയെയും ശക്തമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഉയർന്ന വില കാരണം സാധാരണക്കാർക്ക് 24 കാരറ്റ് സ്വർണം അപ്രാപ്യമാകുമ്പോൾ അതിന് പകരം 18 കാരറ്റോ 12 കാരറ്റോ ഉള്ള കുറഞ്ഞ പ്യൂരിറ്റിയുള്ള സ്വർണ്ണ നിക്ഷേപങ്ങളിലേക്ക് ജനങ്ങൾ തിരിയുന്നു. ഭാവിയിൽ ഭൗതികമായിട്ട് സ്വർണം കൈവശം വയ്ക്കുന്ന പ്രവണത പൂർണ്ണമായിട്ട് മാറുകയും വിപണി ഡിജിറ്റൽ സംവിധാനങ്ങളിലേക്ക് മാത്രം ചുരുങ്ങാനുള്ള സാധ്യതയും വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. ഇന്ത്യൻ വിപണിയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ സ്വർണം എന്നത് കേവലം ഒരു ധനസമ്പാദന മാർഗമോ നിക്ഷേപമോ മാത്രമല്ല, മറിച്ച് നമ്മുടെ സാമൂഹികവും അതോടൊപ്പം തന്നെ സാംസ്കാരികവുമായിട്ടുള്ള ചടങ്ങുകളിലെ അവിഭാജ്യ ഘടകം കൂടിയാണ്. വിവാഹങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന കുടുംബ ചടങ്ങുകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് ഇവിടുത്തെ സാധാരണക്കാരുടെ വൈകാരികമായിട്ടുള്ള ഒരു ശീലം കൂടിയാണ്. നിലവിൽ ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില ഒരു നിശ്ചിത പരിധിയിൽ കയറിയും ഇറങ്ങിയുമൊക്കെ തന്നെ തുടരുമ്പോഴും ആഗോള പ്രവചനങ്ങളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് വരും വർഷങ്ങളിൽ വില നമ്മൾ ഇന്നേ വരെ കാണാത്ത റെക്കോർഡ് നിരക്കിലേക്ക് ഉയർന്നേക്കാം എന്ന് തന്നെയാണ്. അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും രാഷ്ട്രീയ സംഘർഷങ്ങളും താൽക്കാലികമായി ശാന്തമാകുമ്പോൾ വിപണിയിൽ സ്വർണ്ണവില ഇനിയും താഴേക്ക് പതിക്കുമെന്ന് പൊതുവെ കരുതപ്പെടുന്നുണ്ടെങ്കിലും വിപണിയുടെ അടിസ്ഥാന ഘടനയും ഡിമാൻഡുമൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ വില ഇനിയും താഴേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് സൂക്ഷ്മമായിട്ടുള്ള പല വാർത്താ വിശകലനങ്ങളിൽ നമുക്ക് തന്നെ വ്യക്തമാകുന്നത്. താൽക്കാലികമായി ഉണ്ടാകുന്ന ഈ വിലക്കുറവ് സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മികച്ച അവസരമാണെങ്കിലും വിപണിയിലെ ഈ ശാന്തത നീണ്ടു നിൽക്കില്ല എന്ന മുന്നറിയിപ്പാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്നത്. രാജ്യാന്തര ധനകാര്യ വിശകലന ഏജൻസിയായിട്ടുള്ള പൈൻ ട്രീ മാക്രോയുടെ തലവൻ റിതേഷ് ജയൻ പുറത്തുവിട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ലോകമെമ്പാടുമുള്ള നിക്ഷേപകരെ ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ്. ആഗോള വിപണിയിൽ ഒരു ഔൺസ് സ്വർണത്തിൻ്റെ വില ഭാവിയിൽ $9,000 വരെ എത്തിയേക്കാമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഗൗരവമേറിയ നിരീക്ഷണം. ഇത് ഇന്ത്യൻ രൂപയിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോൾ ആഭ്യന്തര വിപണിയിൽ പവന് ലക്ഷങ്ങൾ വില വരുന്ന വൻ വില വർധനവിന് കാരണമാകും. മുൻകാലങ്ങളിൽ ദീപാവലി പോലെയുള്ള ഉത്സവ സീസണുകളിലും വിവാഹ മാസങ്ങളിലുമൊക്കെയായിരുന്നു വിലയിൽ താൽക്കാലിക മാറ്റങ്ങളൊക്കെ തന്നെ പ്രകടമായിരുന്നതെങ്കിൽ നിലവിൽ വിപണിയിലെ തനത് ഡിമാൻഡ് കൊണ്ടാണ് വില ഉയരുന്നത്. ഇതിന് പ്രധാന കാരണം ലോകത്തിലെ പ്രമുഖ സെൻട്രൽ ബാങ്കുകൾ തങ്ങളുടെ റിസർവ് പോർട്ട്ഫോളിയോയുടെ വലിയൊരു ശതമാനം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിനായിട്ട് മാറ്റിവെക്കുന്നു എന്നതാണ്. മുൻപ് തങ്ങളുടെ മൊത്തം ശേഖരത്തിൻ്റെ വെറും 6% മാത്രമായിരുന്ന ഗോൾഡ് റിസർവ് ഇപ്പോഴത് 12%-ഓളമായിട്ട് പല വൻകിട രാജ്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് വിപണിയിലെ സ്വാഭാവിക സപ്ലൈയിൽ വലിയ കുറവാണ് വരുത്തുന്നത്. കോവിഡ് മഹാമാരി സൃഷ്ടിച്ച ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മാത്രം വിപണിയിൽ നിന്ന് ഏതാണ്ട് 800 ടണ്ണോളം സ്വർണ്ണമാണ് വാങ്ങി സംഭരിച്ചത്. കടുത്ത സാമ്പത്തിക അടിയന്തരാവസ്ഥകളിൽ വിദേശ ബോണ്ടുകളെക്കാളും ഫിയറ്റ് കറൻസികളെക്കാളും ഒക്കെ തന്നെ വിശ്വസിക്കാൻ കൊള്ളുന്നത് സ്വർണ്ണമാണെന്ന തന്ത്രപരമായിട്ടുള്ള തിരിച്ചറിവാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള കേന്ദ്ര ബാങ്കുകളെ ഇതിനെ പ്രേരിപ്പിക്കുന്നത്. US ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്കുകളിലെ അടിക്കടിയുള്ള വ്യതിയാനങ്ങളും ഡോളറിന്മേലുള്ള പണപ്പെരുപ്പ സമ്മർദ്ദവും അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിൻ്റെ വിശ്വാസ്യതയെ വല്ലാതെ ബാധിക്കുമെന്ന ആശങ്ക ഇപ്പോൾ ശക്തമാണ്. ഭാവിയിലെ ആഗോള വ്യാപാര ഇടപാടുകൾക്ക് ഡോളറിന് പകരം സ്വർണ്ണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു പുതിയ വിനിമയ സംവിധാനം ലോകത്ത് രൂപപ്പെട്ടേക്കാം എന്ന് പോലും ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട്.
വൻകിട സെൻട്രൽ ബാങ്കുകൾ ഭീമമായിട്ടുള്ള അളവിൽ സ്വർണം വാങ്ങി ലോക്ക് ചെയ്യുന്നത് സാധാരണ വിപണിയിൽ സ്വർണത്തിൻ്റെ ലഭ്യത കുറയ്ക്കുന്നതിനും അതിൻ്റെ ഫലമായി വില നിയന്ത്രണാതീതമായിട്ട് വർദ്ധിക്കുന്നതിനും ഇടയാക്കും. ഭൗതികമായ സ്വർണം അഥവാ ആഭരണങ്ങളായോ നാണയങ്ങളായോ വലിയ വില നൽകി വാങ്ങുന്നത് സാധാരണക്കാർക്ക് സാമ്പത്തികമായിട്ട് കഠിനമാകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ആധുനിക ഡിജിറ്റൽ നിക്ഷേപ മാർഗ്ഗങ്ങൾ കൂടുതൽ ജനപ്രിയമാവുകയാണ്. ഗോൾഡ് ETF-കൾ, അതുപോലെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ, സെബി അംഗീകൃത ഇലക്ട്രോണിക് ഗോൾഡ് റെസിപ്റ്റുകൾ, ഇവയൊക്കെ തന്നെ പണിക്കൂലിയോ പണിക്കുറവോ സൂക്ഷിപ്പോ ഭയമോ ഇല്ലാതെ സ്വർണ്ണത്തിൽ പണം നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും മികച്ച ഓപ്ഷനുകളാണ്. വിപണിയിലെ അന്നന്നത്തെ കൃത്യമായ നിരക്കിൽ ഡിജിറ്റലായിട്ട് ചെറിയ തുകകൾക്ക് പോലും നിക്ഷേപം നടത്താനും ഡിമാറ്റ് അക്കൗണ്ടുകളൊക്കെ തന്നെ വഴി പൂർണ്ണ സുരക്ഷിതത്തോടുകൂടി സൂക്ഷിക്കാനും ഇത്തരം സംവിധാനങ്ങൾ ഉപഭോക്താക്കളെ സഹായിക്കുന്നു. ഭാവിയിൽ സ്വർണം വാങ്ങാൻ വലിയ തുക ഒന്നിച്ച് കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്നവർക്ക് ഇത്തരം ഡിജിറ്റൽ നിക്ഷേപങ്ങൾ വലിയൊരു അനുഗ്രഹമായിട്ട് മാറും. സ്വർണ്ണ വിപണിയെ സ്വാധീനിക്കുന്ന ആഗോള ഘടകങ്ങളെക്കുറിച്ചും വിപണിയുടെ മാറ്റങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.